നമസ്കാരം. സർക്കാർ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ നീങ്ങിയപ്പോഴാണ് കഴിഞ്ഞ കൊല്ലം കേരളീയം നടത്തിയത്. സർക്കാരിന് യാതൊരു നഷ്ടവുമില്ലെന്നും സ്പോൺസർഷിപ്പിലൂടെ കോടികൾ ലഭിക്കുമെന്നുമാണ് സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ രണ്ടാം കേരളീയം നടത്താൻ തീരുമാനമായിട്ടും ആദ്യത്തെ എഡിഷനിൽ കിട്ടിയ സ്പോൺസർഷിപ്പ് തുകയുടെ കണക്ക് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല സർക്കാർ. ഇത്തവണ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരുമെന്നാണ് അവകാശവാദം. സാമ്പത്തിക വർഷാരംഭത്തിന്റെ ആദ്യ പാദം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് പ്രതിസന്ധി അത്ര രൂക്ഷമായിട്ടില്ല. ആദ്യ കേരളീയത്തിന് 27 കോടിയാണ് സർക്കാർ ചെലവഴിച്ചതെന്ന് മുഖ്യമന്ത്രി ചൊവ്വാഴ്ച നിയമസഭയിൽ അറിയിച്ചതോടെയാണ് സംഭവം വീണ്ടും വിവാദമാകുന്നത്. സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ തുക പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോയതും. ആ തുക എത്രയാണെന്ന് കണ്ടെത്താൻ ഒരു കൊല്ലം പോയിട്ട് 1 മണിക്കൂർ വേണ്ട. എന്നിട്ടും അനാസ്ഥ കാണിക്കുന്നുണ്ടെങ്കിൽ നടപടിക്രമങ്ങളിൽ സുതാര്യത ഇല്ലെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ തുക പിരിച്ചെടുത്ത GST ഉദ്യോഗസ്ഥനെ സർക്കാർ ആദരിക്കുകയും സമ്മാനം നൽകുകയുമൊക്കെ ചെയ്തിരുന്നു. എന്നിട്ടും കണക്കുകൾ പുറത്തുവിടാത്തതിൽ ദുരൂഹതയുണ്ട്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ വീണ്ടും CPM വിവാദങ്ങളിലേക്ക് നീങ്ങുന്നത് ഘടകകക്ഷികൾക്കടക്കം അതൃപ്തിയുണ്ട്. ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകി ജനപിന്തുണ വീണ്ടെടുക്കാമെന്നാണ് ഇപ്പോഴും CPM വിശ്വസിക്കുന്നത്. എന്നാൽ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. അത് CPM-ന് ഇതുവരെ മനസ്സിലായിട്ടുമില്ല. 2021 അധികാരത്തിലേറും മുമ്പ് പ്രകടന പത്രികയിൽ ഇടതുപക്ഷം പറഞ്ഞിരുന്നത് ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നാണ്. ഇപ്പോഴും 1600-ൽ കിടക്കുന്നത് മാത്രമല്ല 6 മാസമായി കൊടുത്തിട്ടുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വീണ്ടും കേരളീയം കൊണ്ടുവരുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം. 2023-ലെ കേരളീയത്തിന്റെ സ്പോൺസർമാരിൽ ഭൂരിഭാഗവും സർക്കാരിന് കീഴിലുള്ള ചരക്ക് സേവന നികുതി വകുപ്പിനെതിരെ കേസ് നടത്തുന്നവരായിരുന്നു. ഇപ്പോഴും ആ കേസുകളിൽ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എന്നോർക്കണം. വൻകിട ജ്വല്ലറികൾ മുതൽ പൊതുമേഖലാ ബാങ്കുകൾ വരെ സ്പോൺസർഷിപ്പ് പട്ടികയിലുണ്ട്. ഇവർ വൻതുക സ്പോൺസർഷിപ്പ് നൽകിയതോടെ കേസുകളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുമെന്ന് പ്രതിപക്ഷമടക്കം അന്നേ ആരോപിക്കുകയും ചെയ്തു. കേസുമായി ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ കടുത്ത ആശയക്കുഴപ്പമാണുള്ളത്. ഏറ്റവും അധികം പണം സംഭാവന ചെയ്തവരെയാണ് പരിപാടിയുടെ സ്പോൺസർമാരായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വെബ്സൈറ്റിൽ പേര് പ്രസിദ്ധീകരിച്ചിരുന്നത്. മറ്റ് സ്പോൺസർമാരുടെ പേരുകൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവർക്ക് പോലും സർക്കാർ നൽകിയതുമില്ല. അങ്ങനെ മൊത്തത്തിൽ ദുരൂഹമായിരുന്നു ഒന്നാം കേരളീയം. മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ, ശോഭന എന്നിവർ പങ്കെടുത്തതിന് പണം നൽകുകയും ചെയ്തു. എന്നാൽ പാവപ്പെട്ട ചെറിയ കലാകാരന്മാരുടെ പ്രതിഫലം അടുത്ത കാലത്ത് പോലും നൽകിയില്ലെന്ന് പലരും ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ജോസ്കോ, കല്യാൺ, ഭീമ ജ്വല്ലറികൾ, ICICI ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങി സർക്കാരുമായി കേസ് നടത്തുന്നവരെല്ലാം പ്രമുഖ സ്പോൺസർമാരായിരുന്നു. നികുതി വെട്ടിപ്പ് അല്ലെങ്കിൽ സമാനമായ മറ്റു ഗുരുതര കേസുകളോ നടത്തുന്നവരാണ് ഇതെല്ലാം. ഇങ്ങനെ പ്രതിസ്ഥാനത്തുള്ളവരെ സർക്കാർ അടുപ്പക്കാരാക്കിയത് തന്നെ ദുരുദ്ദേശപരമാണ്. വീണു കിട്ടിയ അവസരം മനസ്സിലാക്കി ഇവരെല്ലാം കാര്യമായി സർക്കാരിനെ സഹായിച്ചു. അങ്ങനെയാണ് കേരളീയത്തിന്റെ മുഖ്യ സ്പോൺസർമാരായി ഇവരുടെ എല്ലാം പേരുകൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇടം പിടിച്ചതും. തൃശൂർ GST ഡെപ്യൂട്ടി കമ്മീഷണർ സ്പെഷ്യൽ സർക്കിളിന് മുന്നിലാണ് കല്യാൺ ജുവല്ലേഴ്സിന് കേസുള്ളത്. തിരുവനന്തപുരം ഇന്ത്യൻ ഓഡിറ്റ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഭീമക്കെതിരെ കേസ് നടത്തുന്നത്. ജോസ്കോ ജ്വല്ലറിക്കെതിരെ കോട്ടയത്ത് 2 കേസുകളാണുള്ളത്. കാനറ ബാങ്കിനെതിരെ അങ്കമാലിയിലും ICICIക്കെതിരെ പാലക്കാടുമാണ് കേസ് നിലവിലുള്ളത്. പട്ടികയിൽ പേരുള്ള ശ്രീഗോകുലം ഹൗസിംഗ് കമ്പനിക്കെതിരെ കോട്ടയത്തും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിനെതിരെ കൊല്ലത്തും ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസിനെതിരെ കേരള അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റിക്ക് മുന്നിലുമാണ് കേസുകളുള്ളത്. ഇവരടക്കം സ്വകാര്യ കമ്പനികളുടെ എല്ലാം വെട്ടിപ്പുകൾ കണ്ടെത്താനും നടപടിയെടുക്കാനും ഔദ്യോഗികമായി ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ തന്നെ രംഗത്തിറക്കിയായിരുന്നു കേരളീയം പിരിവ് എന്നതാണ് ഏറ്റവും കഷ്ടവും. എങ്ങനെയെല്ലാം ഏറ്റവും അധികം തുക പിരിച്ചെടുത്ത GST ഉദ്യോഗസ്ഥരെ കേരളം സമാപന വേദിയിൽ മുഖ്യമന്ത്രി ആദരിക്കുന്ന അത്യപൂർവ സംഭവവും ഉണ്ടായി.
ഇതിനെല്ലാം ഒടുവിലാണ് സർക്കാരിനെതിരെ കേസ് നടത്തുന്ന കമ്പനികളിൽ നിന്ന് പോലും പണം പിരിച്ചതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്തത്. അഴിമതിയോളം ഗുരുതരമായ വീഴ്ചയാണ് ഇതെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ധൂർത്ത് നടത്തിയിട്ട് കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് നടത്തി. ആ വകയിൽ മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബലിന് 1 കോടി രൂപയാണ് സർക്കാർ ഫീസ് നൽകിയത്. കേന്ദ്രം 54,000 കോടി തരാനുണ്ടെന്നാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അടക്കം പാടി നടന്നത്. എന്നാൽ സുപ്രീം കോടതിയിൽ കേസ് നടത്തിയപ്പോൾ ഇതൊന്നും പറഞ്ഞില്ല. കടമെടുപ്പ് പരിധി കൂട്ടണം, മാർക്കറ്റിൽ നിന്നാണ് കടം വാങ്ങുന്നത്, അതിന് കേന്ദ്ര സർക്കാർ ഇടങ്കോലിടരുത് എന്നാണ് കപിൽ സിബൽ വാദിച്ചത്. കേന്ദ്രം കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയതുമില്ല. ബജറ്റിന് പുറത്തു നിന്ന് കിഫ്ബി വഴിയും പെൻഷൻ കമ്പനി വഴിയും കടമെടുക്കാൻ തുടങ്ങുകയും അതിന്റെ കണക്കുകൾ അക്കൗണ്ട് ജനറലിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തതോടെ അപ്പോഴാണ് കേന്ദ്രം കിഫ്ബിയുടെ കഴുത്തിന് തന്നെ പിടിച്ചത്. പെൻഷൻ നൽകാൻ രൂപീകരിച്ച കമ്പനി ആവശ്യത്തിൽ കൂടുതൽ തുക വായ്പ എടുക്കുകയും ചെയ്തു. ഇക്കാര്യം AG ചൂണ്ടിക്കാണിച്ചപ്പോൾ അബദ്ധം പറ്റിയെന്ന മറുപടിയാണ് നൽകിയത്. ഇത്തരത്തിൽ വളരെ മോശം ധനകാര്യ മാനേജ്മെന്റ് നടത്തുന്ന സർക്കാരാണ് വീണ്ടും കേരളീയത്തിനും സ്പോൺസർഷിപ്പിനും ഇറങ്ങി പുറപ്പെടുന്നത്. നന്ദി.